അവരിറങ്ങിയ ഭാഗത്ത് പരിശോധിച്ച് കാണാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഭാഗത്തുകൂടി പരിശോധിക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ കൂടി കടന്നു പോകുന്ന ആമഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രോപ്പർട്ടി കൂടി ആയതുകൊണ്ട് തന്നെ റെയിൽവേ ഈ പ്രവൃത്തി ചെയ്യാം എന്ന് തീരുമാനിക്കുകയും റെയിൽവേ വിളിച്ച ടെൻഡറിന്റെ ഭാഗമായിട്ടാണ് ഒരു കരാറുകാരൻ ഇത് എടുക്കുകയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇവിടെ വന്ന് കുറച്ച് ദിവസമായി ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് 3 തൊഴിലാളികളാണ് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. 3 പേരിൽ 2 പേര് തിരിച്ചു കയറുകയും ഒരാളെ കാണാതെയാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസും കേരള പോലീസും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും നഗരസഭയുടെ ഭാഗമായി എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ആവശ്യമായ എല്ലാ നടപടികളും ഇവിടെ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ അത്യാവശ്യമായി അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തന്നെ അവിടുത്തെ മാലിന്യം മാറ്റുക എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ആളുകളെ കൂടി മൊബിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഫയർഫോഴ്സ് ഇപ്പോൾ ചെയ്ത് തന്നെ ആദ്യം മാലിന്യം മാറ്റി നോക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ കൂടി ഒരുക്കി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ JCBയും ഈ മാലിന്യം മാറ്റാൻ ആവശ്യമായ വാഹനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നഗരസഭ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.